ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്നത് ഒരു കാസറ്റ് പ്ലെയർ അസംബിൾ ചെയ്യാനുള്ള മെക്കാനിസവും പിന്നെ അതിൻ്റെ എസ്റ്റിക്കൻ്റെ ആംപ്ലിഫയർ ബോർഡാണുള്ളത്. പിന്നെ അതിൻ്റെ ഹെഡ് പ്രീ ആംപ്ലിഫയറും പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു ട്രാൻസ്ഫോമറുമാണ്. അതായത് ഇതിൻ്റെ ഈ മെക്കാനിസത്തിൽ വരുന്ന മോട്ടർ വർക്ക് ചെയ്യാൻ 6 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറും ആ ഒരു കിറ്റിൽ തന്നെ വരുന്നുണ്ട്. ഇതാണ് മെക്കാനിസം. ഇതിൻ്റെ ഫ്രണ്ടിൽ 4 വോൾട്ട്സ് ഉണ്ട്. നമ്മൾ ഫ്രണ്ട് പാനൽ അടുപ്പിച്ചിട്ട് അതിൽ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്താൽ മതി. ഇത് ഹെഡ് കണക്ഷൻ ചെയ്യാനുള്ള ഹെഡ് പ്രീ ആംപ്ലിഫയർ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മോഡൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഹെഡ് പ്രീ ആംപ്ലിഫയർ ആണത്. ഇപ്പോഴത്തെ തലമുറക്കൊന്നും ഹെഡ് പ്രീ ആംപ്ലിഫയർ എന്താണെന്നൊന്നും അറിയില്ല, ഹെഡ് എന്താണെന്നുള്ള. ഇത് ഇതിൻ്റെ കൂടെ ഒരു ഹെഡ് വരുന്നുണ്ട്. അതായത് ഈ മെക്കാനിസത്തിലൊരു ഹെഡ് ഉണ്ട്, അതല്ലാണ്ട് എക്സ്ട്രാ ഒരു ഹെഡും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ഒരു ഡക്ക് കിറ്റിൻ്റെ കൂടെ വരുന്ന ആംപ്ലിഫയർ ബോർഡാണ് STKൻ്റെ IC വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ബോർഡാണിത്. STK 433 260 സാനിയോൻ്റെ IC ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൽ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. ഇത് 22.022 വോൾട്ട് ഇതിന് വേണ്ടത്, ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യേണ്ടത് ഈ ഒരു ആംപ്ലിഫയറിന്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഇതിപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. പിന്നെ ഇത് വെച്ച് ഒരു ഡെക്ക് അസംബിൾ ചെയ്തതിന് ശേഷം ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഈ മെക്കാനിസം, ഈ ഹെഡ് പ്രീ ആംപ്ലിഫയറും അതുപോലെ തന്നെ ഈ മെയിൻ STKൻ്റെ ആംപ്ലിഫയറൊന്നും ഇവിടെ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല. ഇത് ഓഡിയോക്സ് കമ്പനി ഇപ്പോൾ അടുത്ത് ഇറക്കും.